അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈനിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് UDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ LDF നഗരസഭ മാർച്ച് നടത്തി. LDF മണ്ഡലം കൺവീനർ E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ പോസ്റ്റ് ആരെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നോക്കും, ഉടനെ വരും ചില പ്രതികരണങ്ങൾ. ഇവരുടെ കരച്ചിൽ തീർന്നിട്ടില്ല. മാധ്യമങ്ങൾ വരെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവര് പരാജയപ്പെട്ടതുകൊണ്ട്, ഇടതുപക്ഷത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള സമരമാണ്, അതുകൊണ്ടുള്ള പ്രതിഷേധമാണ് എന്ന് പല നിലയിൽ അവരുടെയൊക്കെ രാഷ്ട്രീയ നിലവാരത്തിന്റെ തോത് വെച്ച് കളിയാക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്. അത്തരം നല്ല സുഹൃത്തുക്കളോട് വളരെ വിനയപൂർവ്വം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതേതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ മുദ്രാവാക്യമല്ല. നിങ്ങൾ കേട്ടല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള ഗവൺമെന്റ് വെട്ടിക്കുറച്ചിട്ടുള്ള ഗ്രാന്റ് പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണം എന്നതല്ലേ ഈ സമരത്തിന്റെ മുദ്രാവാക്യം. UDF അധികാരത്തിൽ വന്നതിനു ശേഷം 1533 കോടി രൂപ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് കാരണം ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് പണം നൽകുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. മെയിന്റനൻസ് ഫണ്ട് ലഭിക്കാത്തതു കാരണം റോഡുകളുടെ റീടാറിംഗ് നടന്നില്ല. അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവയുടെ മെയിന്റനൻസ് പ്രവൃത്തി നടന്നില്ല. പാലിയേറ്റീവ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. കിടപ്പു രോഗികളുടെ മരുന്നും ചികിത്സയും ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പും മുടങ്ങി. അതിദരിദ്ര കുടുംബങ്ങൾ, വയോജനങ്ങൾ, വനിതാ ക്ഷേമ പദ്ധതികൾ എന്നിവ എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ ആവശ്യ മരുന്നുകൾ ലഭിക്കുന്നില്ലെന്നും LDF നേതാക്കൾ പറഞ്ഞു. കക്കാടൻ റഹീം, PM ബഷീർ, M മുജീബ് റഹ്മാൻ, T ഹരിദാസൻ, ശ്രീധരൻ, കറിയാക്കിനാത്തോപ്പിൽ, പരുന്തൻ നൌഷാദ്, അരുമ ജയകൃഷ്ണൻ, E അരുൺദാസ്, ഷൌക്കത്തലി എന്നിവർ സംസാരിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.